ഹായ് ഓൾ, വെൽക്കം ടു ലെറ്റ്സ് ക്രാക്ക്. ഹലോ. അപ്പം നമുക്ക് ജൂനിയർ ലാബ് അസിസ്റ്റൻറ്റിൻ്റെ തൊഴിൽ വാർത്തയിൽ വരുന്ന മോഡൽ ക്വസ്റ്റ്യൻസ് പാർട്ട് 3ലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഹൂ ഈസ് നോൺ ആസ് ഫാദർ ഓഫ് മൈക്രോബയോളജി? നമുക്കെല്ലാവർക്കും അറിയാം, ലൂയിസ് പാസ്ചറാണ്. ആരാണ് ഫാദർ ഓഫ് മൈക്രോബയോളജി എന്ന് അറിയപ്പെടുന്നത്? ലൂയിസ് പാസ്ചർ വേറെയും കുറേ ചോദ്യങ്ങൾക്ക് ഉത്തരമായിട്ട് വരുന്നുണ്ട് അല്ലേ? നമുക്ക് നോക്കാം. ലൂയിസ് പാസ്ചർ വാസ് എ ഫ്രഞ്ച് കെമിസ്റ്റ് ആൻഡ് മൈക്രോബയോളജിസ്റ്റ് റിനൗൺഡ് ഫോർ ഹിസ് ഡിസ്കവറീസ് ഓഫ് പ്രിൻസിപ്പിൾസ് ഓഫ് വാക്സിനേഷൻ, മൈക്രോബിയൽ ഫെർമെന്റേഷൻ ആൻഡ് പാസ്ചറൈസേഷൻ. ഏതൊക്കെയാണ്? പ്രിൻസിപ്പിൾസ് ഓഫ് വാക്സിനേഷൻ, മൈക്രോബിയൽ ഫെർമെന്റേഷൻ ആൻഡ് പാസ്ചറൈസേഷൻ. ഓക്കെ, അപ്പോൾ ഫാദർ ഓഫ് മൈക്രോബയോളജി ലൂയിസ് പാസ്ചർ. നെക്സ്റ്റ് വൺ, സോളിഡിഫയിങ് ഏജന്റ് ഓഫ് എ കൾച്ചർ മീഡിയ ഈസ്. എന്താണ് സോളിഡിഫയിങ് ഏജന്റ് ഓഫ് എ കൾച്ചർ മീഡിയ ഈസ് അഗർ. AGAR, അഗർ. ഓക്കെ, ഉത്തരം നമുക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ളൊരു സബ്സ്റ്റൻസ് ആണ് അല്ലേ? അഗർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഗർ ഹാസ് ബീൻ യൂസ്ഡ് ആസ് ആൻ ഇൻഗ്രീഡിയൻറ്റ് ഇൻ ഡെസേർട്സ് ആൻഡ് ആൾസോ ആസ് എ സോളിഡ് സബ്സ്ട്രേറ്റ് ടു കണ്ടെയ്ൻ കൾച്ചർ മീഡിയ for microbiological work. An agar plate or petri dish is used to provide a growth medium using a mix of agar and other nutrients in which microorganisms including bacteria and fungi can be cultured and observed under the microscope. ഓക്കെ, അപ്പോൾ കൾച്ചർ മീഡിയയിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഏജന്റ് ആണ് അഗർ എന്ന് പറയുന്നത്. മോസ്റ്റ് കോമൺലി യൂസിങ് സബ്സ്റ്റൻസ് ആണ്, ഏജന്റ് ആണ് അഗർ എന്ന് പറയുന്നത്. Okay, next one, sweat glands act as antiseptics as they contain lactic acid. Okay, sweat glands act as antiseptics as they contain lactic acid. Their pH is dash. Answer acidic ആണ്. Okay, humans have 3 different types of sweat glands, which is eccrine, apocrine and apoecrine. Okay, അപ്പോൾ സ്വെറ്റ് ഗ്ലാൻസിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തത്. അടുത്ത പോയിന്റ്, ഡാഷ് ഈസ് ദ അതർവൈസ് നോൺ ആസ് ബാഡ് കൊളസ്ട്രോൾ. ഡാഷ് ഈസ് അതർവൈസ് നോൺ ആസ് ബാഡ് കൊളസ്ട്രോൾ. അപ്പോൾ ബാഡ് കൊളസ്ട്രോളും ഉണ്ട്, ഗുഡ് കൊളസ്ട്രോളും ഉണ്ട്. അപ്പോൾ ബാഡ് കൊളസ്ട്രോൾ എന്ന് പറയുന്നത് ഏതാണ്? LDL എന്ന് കേട്ടിട്ടുണ്ടാവും. എന്താ? ലോ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻ. LDL, ലോ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻ. അതാണ് ബാഡ് കൊളസ്ട്രോൾ എന്ന് പറയുന്നത്. അപ്പം ഈ LDL, അതായത് ലോ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻ കൊളസ്ട്രോൾ കളക്ട്സ് ഇൻ ദ വാൾസ് ഓഫ് അവർ ബ്ലഡ് വെസൽസ്, റേസിംഗ് ചാൻസസ് ഓഫ് ഹെൽത്ത് പ്രോബ്ലംസ് ലൈക്ക് ഹേർട്ട് അറ്റാക്ക് ഓർ സ്ട്രോക്ക്. അതത്രേ പറയുന്നുള്ളൂ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. വാൻഡൻബർഗ് റിയാക്ഷൻ ഈസ് യൂസ്ഡ് ടു ഡിറ്റക്ട്. Answer, serum bilirubin. Vandenberg reaction is used to detect serum bilirubin. It is a chemical reaction used to measure bilirubin levels in blood. Okay, bilirubin എന്താണെന്ന് അറിയാലോ അല്ലേ? അപ്പോൾ ഇത് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ ബ്ലഡിൽ ഈ ബിലിറൂബിൻ ലെവൽ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കെമിക്കൽ റിയാക്ഷൻ ആണ് വാൻഡൻബർഗ് റിയാക്ഷൻ എന്ന് പറയുന്നത്. ദിസ് വാസ് പയനീർഡ് ബൈ ദ ഡച്ച് ഫിസിഷ്യൻ അബ്രഹാം ആൽബർട്ട് ഹിച്ച്മൻസ് വാൻ ഡീബർഗ്. ഓക്കെ, അദ്ദേഹത്തിന്റെ പേര് ആണ് ഈ റിയാക്ഷന് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഇത് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന കെമിക്കൽ റിയാക്ഷന്റെ പേരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ദ യൂറിൻ പ്രിസർവേറ്റീവ് ഇന്റർഫിയറിംഗ് വിത്ത് സൾഫോസാലിസിലിക് ആസിഡ് precipitation test for protein is. The urine preservative interfering with sulfosalicylic acid precipitation test for protein is toluene. Okay, ഏതാണ് ആ പ്രിസർവേറ്റീവ്? ടൊളുവിൻ ആണ്. ഇതൊരു ഓർഗാനിക് പ്രിസർവേറ്റീവ് ആണ്. ഓക്കെ, അടുത്തത് മെത്തേഡ് ഫോർ സ്റ്റെറിലൈസേഷൻ ഓഫ് ഗ്ലാസ് വെയേഴ്സ്. ഏതാണ്? ഹോട്ട് എയർ ഓവൻ ആണ്. ഈ ഹോട്ട് എയർ ഓവനും ഓട്ടോക്ലേവുമാണ്
കൺഫ്യൂസിംഗ് ആയിട്ട് വരുന്നത്. ഹോട്ട് എയർ ഓവൻ നമുക്ക് ഈസി ആണ് ഓർത്ത് വെക്കാൻ. ഡ്രൈ ഹീറ്റ് ട്രീറ്റ്മെന്റ് മെത്തേഡാണ്. ഇതാണ് ഡ്രൈ ഹീറ്റ് ആണ് ഹോട്ട് എയർ ഓവൻ. അപ്പം മറ്റേത് എന്തായിരിക്കും? ഓട്ടോക്ലേവ് എന്തായിരിക്കും? മോയിസ്റ്റ് ഹീറ്റ് ആയിരിക്കും. ഓക്കെ, ദ മോസ്റ്റ് എഫക്റ്റീവ് മെത്തേഡ് ഓഫ് സ്റ്റെറിലൈസേഷൻ ഓഫ് ഗ്ലാസ് വെയർ ഈസ് dry heat treatment using hot air oven. On exposing the glassware to dry heat, the inhibition in growth occurs due to the denaturation of proteins and oxidation of biomolecules. Okay, അപ്പോൾ ഡ്രൈ ഹീറ്റിൽ എക്സ്പോസ് ചെയ്യുന്ന സമയത്ത് ഇവയുടെ വളർച്ചയെ അത് തടസ്സപ്പെടുത്തും. എങ്ങനെയാണ്? ഡ്യൂ ടു ഡീനാച്ചുറേഷൻ ഓഫ് പ്രോട്ടീൻസ് ആൻഡ് ഓക്സിഡേഷൻ ഓഫ് ബയോമോളിക്യൂൾസ്. ഓക്കെ, അപ്പം ഗ്ലാസ് വെയേഴ്സിന്റെ സ്റ്റെറിലൈസേഷൻ മെത്തേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതാണ്? ഹോട്ട് എയർ ഓവൻ ആണ്. അടുത്തത് ബെസ്റ്റ് ഡിസ്ഇൻഫെക്റ്റന്റ്. ബെസ്റ്റ് ഡിസ്ഇൻഫെക്റ്റന്റ് വിച്ച് ക്യാൻ ബി യൂസ്ഡ് ഫോർ ബ്ലഡ് സ്പിൽസ് ഏതാണ്? സിമ്പിൾ ആണ്, ഹൈപ്പോക്ലോറൈറ്റ് ആണ്. എ ഹൈപ്പോക്ലോറൈറ്റ് കോൺസെൻട്രേഷൻ ഓഫ് 10,000 ppm. ppm പറഞ്ഞാൽ യൂണിറ്റ് പാർട്സ് പെർ മില്യൺ ആണ്. വിച്ച് ഇസ് നെസസറി ഫോർ യൂസ് ഓൺ ബ്ലഡ് ആൻഡ് ബോഡി ഫ്ലൂയിഡ് സ്പില്ലേജസ്. ഓക്കെ, അത് ആ ഒരു ppm ഉപയോഗിച്ചാൽ നമുക്ക് ഇതിന് വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റും. ബ്ലഡ്, ബോഡി ഫ്ലൂയിഡ് സ്പില്ലേജസിനൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന കോൺസെൻട്രേഷൻ ആണ് 10,000 ppm എന്ന് പറയുന്നത്. ഇത് ഹൈപ്പോക്ലോറൈറ്റ്. അപ്പം നേരിയ കോൺസെൻട്രേഷൻ ആണെങ്കിലോ, ഒരു വീക്കർ കോൺസെൻട്രേഷൻ വിച്ച് ഈസ് അബൌട്ട് 1000 ppm ഈസ് യൂസ്ഡ് ഫോർ എൻവയറമെന്റൽ ക്ലീനിങ്. ഓക്കെ, ഹൈപ്പോക്ലോറൈറ്റ് എന്താണ്? ഡിസ്ഇൻഫെക്റ്റന്റ്. അത് കഴിഞ്ഞു അടുത്തതിലേക്ക് പോവാം. വാട്ട് ആർ 2 ഇമ്പോർട്ടൻറ്റ് സിംബൽസ് യൂസ്ഡ് ഇൻ എ ലബോറട്ടറി? അപ്പം ഏതൊരു ലാബ് ടെക്നീഷ്യൻ ആയിക്കോട്ടെ, നമ്മൾ ലാബ് അസിസ്റ്റന്റ് ആയിക്കോട്ടെ, ലാബിൽ വർക്ക് ചെയ്യുന്ന ആരും ആയിക്കോട്ടെ, ആദ്യം അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അല്ലേ? അതിൽ പ്രധാനപ്പെട്ടതാണ് വാർണിംഗ് സിംബൽസ്, പ്രൊഹിബിറ്ററി സിംബൽസ്, ഹസാർഡ് വാർണിംഗ് സിംബൽസ്. ഇതൊക്കെ അറിഞ്ഞിരിക്കുക എന്നുള്ളത്. അപ്പൊ അത് അറിഞ്ഞിരിക്കണം അത് എന്ത് സിംബലാണ് എന്നുള്ളത്. ഓക്കെ, അപ്പം ഇമ്പോർട്ടന്റ് സിംബൽസ് ഏതൊക്കെയാണ്? വാർണിംഗ് സിംബൽ ആൻഡ് പ്രൊഹിബിറ്ററി സിംബൽ. ഹസാർഡ് വാർണിംഗ് സിംബൽസ് ആർ ബ്ലാക്ക് പിക്ചേഴ്സ് ഇൻ യെല്ലോ ഓർ ഓറഞ്ച് ബാക്ക്ഗ്രൗണ്ട്. എന്താണ്? യെല്ലോ അല്ലെങ്കിൽ ഒരു ഓറഞ്ച് ബാക്ക്ഗ്രൗണ്ടിൽ ബ്ലാക്ക് പിക്ചേഴ്സ് ആയിട്ട് വരുന്നതാണ് ഹസാർഡ് വാർണിംഗ് സിംബൽസ് എന്ന് പറയുന്നത്. ബ്ലാക്ക് പിക്ചേഴ്സ് ഇൻ യെല്ലോ ഓർ ഓറഞ്ച് ബാക്ക്ഗ്രൗണ്ട്. അടുത്തത് പ്രൊഹിബിറ്ററി സിംബൽസ്. അതെങ്ങനെയാണ്? റൗണ്ട് ബ്ലാക്ക് പിക്ചേഴ്സ് ഇൻ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് വിത്ത് എ റെഡ് എഡ്ജ് ആൻഡ് ഡയഗണൽ ലൈൻ. ഓക്കെ, അത് മാറിപ്പോകരുത്. ഹസാർഡ് വാർണിംഗ് സിംബൽസും പ്രൊഹിബിറ്ററി സിംബൽസും. ഓക്കെ, നെക്സ്റ്റ് വൺ. ഡാഷ് is an instrument that compares the amount of light getting through a solution with the amount that can get through a sample of pure solvent. ഒന്നും കൂടി വായിക്കാം. Dash is an instrument that compares the amount of light getting through a solution with the amount that can get through a sample of pure solvent. ആ ഇൻസ്ട്രുമെന്റിന്റെ പേരാണ് അവിടെ മിസ് ആയിട്ടുള്ളത്. ഏതാണ്? കൊളോറിമീറ്റർ ആണ്. ഓക്കെ, കൊളോറിമീറ്റർ. അത് കൂട്ടി വായിക്കുവാണെങ്കിൽ colorimeter is an instrument that compares the amount of light getting through a solution with the amount that can get through a sample of pure solvent. Okay, next one. Mycobacterium tuberculosis is also known as Koch's bacillus. Koch, Koch's bacillus. Okay, it is a species of pathogenic bacteria in the family Microbacteriaceae and the causative agent of tuberculosis. ഓക്കെ, ഇതൊരു പാത്തജനിക് ബാക്ടീരിയ ആണ്. ഏത് ഫാമിലിയിൽ വരുന്നതാണ്? മൈക്കോബാക്ടീരിയേസിയെ ആൻഡ് കോസേറ്റീവ് ഏജന്റ് ഓഫ് ട്യൂബർക്കുലോസിസ്. ഓക്കെ, മൈക്കോബാക്ടീരിയം ട്യൂബർക്കുലോസിസ് ഫസ്റ്റ് ഡിസ്കവേർഡ് ഇൻ 1882 ബൈ റോബർട്ട് കോച്ച്. അപ്പോൾ ആരാണ്? റോബർട്ട് കോച്ചാണ് ഇത് ഡിസ്കവർ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇത് എന്തും കൂടി അറിയപ്പെടുന്നത് കോച്ചസ് ബാസിലസ് എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, എക്സ്ട്രാ പോയിന്റ്. ദ നോബൽ പ്രൈസ് ഇൻ ഫിസിയോളജി ഓർ മെഡിസിൻ വാസ് awarded in 1905 to Robert Koch for his investigations and discoveries in relation to tuberculosis. അതൊരു എക്സ്ട്രാ പോയിന്റ് ആയിട്ട് അവിടെ ഓർത്ത് വെച്ചേക്കാം. അപ്പോൾ കോച്ചസ് ബാസിലസ്, മൈക്കോബാക്ടീരിയം, ട്യൂബർക്കുലോസിസ്. ഓക്കെ, നെക്സ്റ്റ് വൺ.
ഹു ഈസ് ദ ഫാദർ ഓഫ് ആൻറ്റിസെപ്റ്റിക് സർജറി? എന്താണ് ആൻറ്റിസെപ്റ്റിക് സർജറിൻ്റെ ഫാദർ എന്നറിയപ്പെടുന്നത് ആരാണ്? നേരത്തെ നമ്മൾ മൈക്രോബയോളജി ലൂയിസ് പാസ്ചർ പഠിച്ചിട്ടുണ്ട്, അത് മറന്നു പോയില്ല. ഇവിടെ ആൻറ്റിസെപ്റ്റിക് സർജറിൻ്റെ ആണ് ചോദിച്ചിട്ടുള്ളത്. ആരാണ്? ജോസഫ് ലിസ്റ്റർ ആണ്. ജോസഫ് ലിസ്റ്റർ. ആൻറ്റിസെപ്സിസ് is the method of antisepsis. Antisepsis is the method of using chemicals called antiseptics to destroy the germs that cause infections. അതായത് ഇൻഫെക്ഷൻസിന് കാരണമാകുന്ന സൂക്ഷ്മജീവികൾ ഉണ്ടാവും അല്ലെ, ജേംസിനെ ഡിസ്ട്രോയ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? ആൻറ്റിസെപ്റ്റിക്സ് ഉപയോഗിക്കുന്നത്. ഇത്തരത്തിലുള്ള കെമിക്കൽസ് ഉപയോഗിക്കുന്ന മെത്തേഡിനെയാണ് നമ്മൾ ആൻറ്റിസെപ്സിസ് എന്ന് പറയുന്നത്. ഓക്കെ, ആൻറ്റിസെപ്സിസ് ഈസ് എ വേ ടു പ്രിവെന്റ് സർജിക്കൽ ഇൻഫെക്ഷൻസ് ആൻഡ് മേക്ക് സർജറി സേഫ്. ആൻറ്റിസെപ്സിസ് എന്ന് പറയുന്ന ഈ ഒരു മെത്തേഡ് എന്തിനു സഹായിക്കുന്നു? അല്ലെങ്കിൽ ഈ ഒരു ഇതെന്ന് പറഞ്ഞാൽ എന്താണ്? ടു പ്രിവെന്റ് സർജിക്കൽ ഇൻഫെക്ഷൻസ് ആൻഡ് മേക്ക് സർജറി സേഫ്. ഓക്കെ, സിമ്പിൾ. അടുത്തത് ആസിഡ് ഫാസ്റ്റ് സ്റ്റെയിനിങ് ഈസ് യൂസ്ഡ് ടു ഡിറ്റക്ട് ഡാഷ്. അപ്പോൾ ഒരുപാട് സ്റ്റെയിനിങ് ടെക്നിക്സ് നമുക്ക് പറയാനുണ്ട്. എപ്പോഴും നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നാണ് ലേഷ്മാൻ സ്റ്റെയിനിങ്. പിന്നെ ഇപ്പോൾ ചോദിക്കുന്നത് എന്താണ്? ആസിഡ് ഫാസ്റ്റ് സ്റ്റെയിനിങ് ഈസ് യൂസ്ഡ് ടു ഡിറ്റക്ട് മൈക്കോബാക്ടീരിയം TB. നമ്മളിപ്പോൾ പറഞ്ഞ സാധനം. ഡിഫറൻഷ്യൽ സ്റ്റെയിനിങ് മെത്തേഡ്സ് ആർ പെർഫോംഡ് ടു ഡിഫറൻഷിയേറ്റ് ബാക്ടീരിയ ഇൻ ടു ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സ് ബേസ്ഡ് ഓൺ ദെയർ സ്റ്റെയിനിങ് ക്യാരക്ടറിസ്റ്റിക്സ്. അല്ലേ, ഓരോ ബാക്ടീരിയയും ഡിഫറെൻ്റ് ആണ്. സ്റ്റെയിനിനോട് റിയാക്ട് ചെയ്യുന്ന രീതി, അത് കാണിക്കുന്ന ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ വ്യത്യസ്തമാണ്. അപ്പോൾ ഗ്രാം സ്റ്റെയിനിങ് ആൻഡ് ആസിഡ് ഫാസ്റ്റ് സ്റ്റെയിനിങ് ആർ ഡിഫറൻഷ്യൽ സ്റ്റെയിനിങ് ടെക്നിക്സ്. ഓക്കെ, നമുക്ക് അടുത്തതിലേക്ക് പോവാം. പറഞ്ഞത് എന്തായിരുന്നു? ആസിഡ് ഫാസ്റ്റ് സ്റ്റെയിനിങ് വിച്ച് ഈസ് യൂസ്ഡ് ടു ഡിറ്റക്ട് മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസ്. അടുത്തതിലേക്ക് പോകാം. സ്റ്റെറിലൈസേഷൻ ഓഫ് ഹീറ്റ് ലബൈൽ മീഡിയ ഈസ് ഡൺ ബൈ. സ്റ്റെറിലൈസേഷൻ ഓഫ് ഹീറ്റ് ലബൈൽ മീഡിയ ഈസ് ഡൺ ബൈ ടിൻഡലൈസേഷൻ. ഓക്കെ, ദ പ്രോസസ് ദാറ്റ് ഈസ് നോൺ ആസ് ടിൻഡലൈസേഷൻ ഓർ ഇന്റർമിറ്റന്റ് സ്റ്റെറിലൈസേഷൻ. അപ്പം ടിൻഡലൈസേഷനെ തന്നെയാണ് നമ്മൾ ഇന്റർമിറ്റന്റ് സ്റ്റെറിലൈസേഷൻ എന്ന് പറയുന്നത്. വിച്ച് ഈസ്, ബാക്കി പോയിന്റ്സും കൂടി നോക്കാം. ഷുഗർ ആൻഡ് ജെലാറ്റിൻ ഇൻ മീഡിയം may get decomposed on autoclaving. എന്താണ് autoclaving? Hence they are exposed to free steaming for 20 minutes for 3 successive days. അതായത് ഷുഗർ, ജെലാറ്റിൻ അത്തരം സബ്സ്റ്റൻസ് ഒക്കെ നമ്മളെ മീഡിയത്തിലുള്ള ഇത്തരം സബ്സ്റ്റൻസ് ഒക്കെ എന്താ ഡീകമ്പോസ് ചെയ്യപ്പെടും ഓൺ ഓട്ടോക്ലേവിംഗ്. അപ്പം നമ്മൾ എന്താണ് വീണ്ടും അത് എക്സ്പോസ് ചെയ്യുന്നു ഫ്രീ സ്റ്റീമിംഗ് ഫോർ 20 minutes for 3 successive days. The vegetative bacteria are killed in the first exposure. Vegetative bacteria first exposure തന്നെ ചത്തുപോകും. And the spores that germinate by the next day are killed in the subsequent days. അത്രയേ ഉള്ളൂ. അപ്പം സ്റ്റെറിലൈസേഷൻ ഓഫ് ഹീറ്റ് ലബൈൽ മീഡിയ ഇസ് ഡൺ ബൈ ടിൻഡലൈസേഷൻ. അടുത്തത് സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. വാട്ട് ഈസ് ദ ലൈഫ് സ്പാൻ ഓഫ് RBC? അത് എവിടെ എപ്പോഴും ചോദിക്കുന്നത് സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യം. ഉത്തരം 120 days. ഓക്കെ, റെഡ് ബ്ലഡ് സെൽസ് എവിടെയാണ് നിർമ്മിക്കപ്പെടുന്നത്? ബോൺ മാരോയിലാണ് അല്ലേ. ആൻഡ് റെഡ് ബ്ലഡ് സെൽസ് കണ്ടെയ്ൻ എ പ്രോട്ടീൻ കോൾഡ് ഹീമോഗ്ലോബിൻ വിച്ച് കാരീസ് ഓക്സിജൻ ഫ്രം ദ ലങ്സ് ടു ഓൾ പാർട്സ് ഓഫ് ദി ബോഡി. എന്താണ്? ഓക്സിജന് ലങ്സിൽ നിന്നും നമ്മുടെ വിവിധ ഭാഗങ്ങളിലേക്ക്, ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി സഹായിക്കുന്ന ഒരു ബ്ലഡ് പ്രോട്ടീനാണ് ഹീമോഗ്ലോബിൻ എന്ന് പറയുന്നത്. ഹീമോഗ്ലോബിന്റെ ലെവല് കാര്യങ്ങളൊക്കെ നമുക്കറിയാലോ. അത് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ഏത് സമയത്ത് എന്നൊരു ചോദ്യമുണ്ട്. രാവിലെ, ഉച്ചയ്ക്ക്, വൈകിട്ട്. ഏതാ ശരിയായ ഉത്തരം? കമന്റ് ചെയ്യൂ കേട്ടോ. അടുത്തത്, ഇൻ ഹ്യൂമൻസ് മെച്വർ റെഡ് ബ്ലഡ് സെൽസ് ആർ ഫ്ലെക്സിബിൾ ബൈകോൺകേവ് ഡിസ്ക്. അതിന്റെ ഷേപ്പാണ് പറഞ്ഞിരിക്കുന്നത്. മെച്വർ ആയിട്ടുള്ള റെഡ് ബ്ലഡ് സെൽസ് എങ്ങനെയാണ്? ബൈകോൺകേവ് ഡിസ്കിന്റെ ഷേപ്പിലായിരിക്കും ഉണ്ടാവുക. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ദ എൻസൈം എസ്റ്റിമേഷൻ ഡൺ ഫോർ ദ ഡയഗ്നോസിസ് ഓഫ് പാൻക്രിയാറ്റൈറ്റിസ്. ദ എൻസൈം എസ്റ്റിമേഷൻ ഡൺ ഫോർ ദി ഡയഗ്നോസിസ് ഓഫ്
പാൻക്രിയാറ്റൈറ്റിസ് ഈസ് അമൈലേസ്. ഏതാണ്? അമൈലേസ് ആണ്. അപ്പം അമൈലേസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് എൻ എൻസൈം ഓർ സ്പെഷ്യൽ പ്രോട്ടീൻ ദാറ്റ് ഹെൽപ്സ് യു ഡൈജസ്റ്റ് കാർബോഹൈഡ്രേറ്റ്സ്. കാർബോഹൈഡ്രേറ്റ്സിനെ ഡൈജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു എൻസൈമാണ് അമൈലേസ് എന്ന് പറയുന്നത്. എ സ്മോൾ എമൗണ്ട് ഓഫ് അമൈലേസ് ഇൻ അവർ ബ്ലഡ് ആൻഡ് യൂറിൻ ഈസ് നോർമൽ. അടുത്ത ക്വസ്റ്റ്യൻ, ആൻറ്റികോയാഗുലൻ്റ് ഓഫ് ചോയ്സ് for ESR estimation is. Anticoagulant of choice for ESR estimation is trisodium citrate. എന്താണ്? Trisodium citrate. Trisodium citrate has the chemical formula of Na3C6H5O7. Trisodium citrate a major component of the oral rehydration solution, അതായത് ORS lining. It improves the shelf life of ORS. ആര്? ട്രൈസോഡിയം സിട്രേറ്റ്. ഓക്കെ, ആൻറ്റികോയാഗുലൻ്റ് ഓഫ് ചോയ്സ് ഫോർ ESR എസ്റ്റിമേഷൻ ഈസ് ട്രൈസോഡിയം സിട്രേറ്റ്. അടുത്തത്, ദ ബേസിക് കമ്പോണൻറ്റ് ഓഫ് ലേഷ്മാൻസ് സ്റ്റെയിൻ. നമ്മൾ നേരത്തെ പറഞ്ഞു, ലേഷ്മാൻ സ്റ്റെയിൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദ ബേസിക് കമ്പോണൻറ്റ് ഓഫ് ലേഷ്മാൻ സ്റ്റെയിൻ ഈസ് മെഥിലീൻ ബ്ലൂ. ഇമ്പോർട്ടൻറ്റ്, മെഥിലീൻ ബ്ലൂ. അപ്പം ലേഷ്മാൻസ് സ്റ്റെയിൻ ഈസ് യൂസ്ഡ് ഫോർ ബ്ലഡ് സ്റ്റെയിനിങ്. ലേഷ്മാൻ സ്റ്റെയിൻ നമ്മൾ എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നത്? ബ്ലഡ് സ്റ്റെയിനിങ്ങിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ലേഷ്മാൻ സ്റ്റെയിൻ ഈസ് എ റൊമനോവ്സ്കി ന്യൂട്രൽ ഡൈ സ്റ്റെയിൻ ബേസ്ഡ് ഓൺ ദി കോമ്പിനേഷൻ ഓഫ് മെഥിലീൻ ബ്ലൂ എഷർ ആസ് ദി ബേസിക് ഡൈ കമ്പോണൻറ്റ് ആൻഡ് ഇയോസിൻ ആസ് ദി അസിഡിക് ഡൈ കമ്പോണൻറ്റ്. അതൊന്നുമില്ല, മെഥിലീൻ ബ്ലൂ ആണ് ലേഷ്മാൻ സ്റ്റെയിനിൻ്റെ ബേസിക് കമ്പോണൻ്റ് എന്ന് ഓർത്ത് വയ്ക്കാം. അടുത്തതിലേക്ക് പോവാം. ദ RH സിസ്റ്റം ഓഫ് ബ്ലഡ് ഗ്രൂപ്പിംഗ് വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ. ഇമ്പോർട്ടൻ്റ് ആണ്, അറിയാവുന്നതാണ്. ആരാണ്? കാർൽ സ്റ്റെയ്നർ ആൻഡ് AS വീനർ. ആരാണ്? കാർൽ സ്റ്റെയ്നർ ആൻഡ് AS വീനർ. ദ റീസസ്, അതാണ് RHൻ്റെ ഫുൾ ഫോം ആണ്. റീസസ് എന്ന് പറയുന്നത്, റീസസ് ബ്ലഡ് ഗ്രൂപ്പ് സിസ്റ്റം ഈസ് ദ സെക്കൻഡ് മോസ്റ്റ് ബ്ലഡ് ഗ്രൂപ്പ് സിസ്റ്റം ഇൻ ഹ്യൂമൻ ബീയിങ്സ്. RH സിസ്റ്റം. അടുത്തത്, ദ കോസേറ്റീവ് ഏജന്റ് ഓഫ് സിഫിലിസ്. സിഫിലിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് ആണ് അല്ലേ? അപ്പം കോസേറ്റീവ് ഏജന്റ് ഓഫ് സിഫിലിസ് ഈസ് ട്രിപ്പോണിമ പലിഡം. സിഫിലിസ് ഈസ് എ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ യൂഷ്വലി സ്പ്രെഡ് ബൈ സെക്ഷുവൽ കോണ്ടാക്ട്. ട്രിപ്പോണിമ പലിഡം ഈസ് എ സ്പൈറോക്കേറ്റ് ബാക്ടീരിയം വിത്ത് വേരിയസ് സബ്സ്പീഷീസ് ദാറ്റ് കോസ് ദ ഡിസീസ്